എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം 16-ാം ദിവസം. സീതാ വിയോഗ ദുഃഖം. മായ പൊന്മാനായി തന്നെ കബളിപ്പിച്ചുകൊണ്ട് മറഞ്ഞും തെളിഞ്ഞും നിന്ന മാനിനെ മാരീചനെന്നറിഞ്ഞ് രാമൻ നിഗ്രഹിച്ചു. ഓരോരോ ദുർനിമിത്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി രാമൻ കണ്ടു. എത്രയും വേഗം പർണശാലയിലെത്തി സീതയെ കാണാനൊരുങ്ങി തിടുക്കത്തിൽ ആശ്രമത്തിലേക്ക് നടന്നു. തേജസ് നഷ്ടപ്പെട്ട് വിളറിയ മുഖത്തോടെ വരുന്ന ലക്ഷ്മണനെ വഴിയിൽ കണ്ടു. ഘോരകാന്താരത്തിൽ സീതയെ ഒറ്റയ്ക്ക് വിട്ടുപോരുന്ന അനുജനെ രാമൻ കഠിനമായി ശാസിച്ചു. ഇടം കൈകൊണ്ട് സൗമിത്രരെ ചേർത്ത് പിടിച്ച് കയർത്തും മൃദുവായും പറഞ്ഞു, വൈദേഹിയെ വെടിഞ്ഞു പോകുന്നത് ശരിയായില്ല. ആലോചനയില്ലാതെ പ്രവർത്തിച്ചുവല്ലോ. സീതയെ രാക്ഷസർ ഭക്ഷിച്ചു കാണും. എത്രയെത്ര ദുർനിമിത്തങ്ങൾ കാണുന്നു. ജനകരാജപുത്രി സ്വസ്തിയോടെ ഇരിക്കുന്നുവോ? മാരീചന്റെ മായാവേഷം എന്നെ മയക്കി. അവനെ പിടിക്കാൻ സാധ്യമല്ലെന്ന് കണ്ട് രാക്ഷസനെ വധിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഹൃദയം അസ്വസ്ഥമാകുന്നു. ഒന്ന് തീർച്ചയാണ്, സീത ആശ്രമത്തിൽ ഇല്ല. അവൾ മരിച്ചു കാണുമോ? ആരെങ്കിലും കട്ടുകൊണ്ടുപോയോ? ഗഹനാരണ്യത്തിൽ അനാഥയായി നിൽക്കുന്നുവോ? സീതയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ലക്ഷ്മണൻ എന്തുകൊണ്ട് പോന്നു? രാമന് വേർപെട്ടാൽ പിന്നെ സീത ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് ആരണ്യവാസത്തിന് തൻ്റെ പിന്നാലെ സ്വമനസാടെ പോന്നവളാണ് മൈഥിലി. രാക്ഷസന്റെ വ്യാജവിലാപം കേട്ട് അത് സത്യമെന്നുറച്ചാണോ ലക്ഷ്മണൻ പോന്നത്? തന്നെ ശരിക്കറിയാവുന്ന ലക്ഷ്മണൻ അത് കേട്ട് തെറ്റിദ്ധരിച്ചതാണോ? അഥവാ ഇനി വിലാപം കേട്ട് സീത ലക്ഷ്മണനെ പറഞ്ഞയച്ചതാണോ? ഇങ്ങനെ അതീവ ദുഃഖത്തോടെ സഹോദരനെ വീണ്ടും വീണ്ടും പഴിച്ചും വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞും രഘുവംശതിലകൻ ആശ്രമത്തിലെത്തി. ആശ്രമം വിജനം, ശൂന്യം. എവിടെയുമില്ല സീത. പരുഷം പറഞ്ഞതിനാലാണ് താൻ സീതയെ ഒറ്റയ്ക്ക് വിട്ട് അഗ്രജനെ അന്വേഷിക്കാൻ പോന്നത് എന്ന് ലക്ഷ്മണൻ വ്യസന പരവശനായി പറഞ്ഞു. സീതയുടെ ജൽപ്പനങ്ങളിൽ ലക്ഷ്മണന് കോപം ഉണ്ടായതിനാലാണ് തൻ്റെ വാക്കുകൾ അനുജൻ മറന്നത്. കഷ്ടം. ദേഷ്യം വന്ന ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ട് പോരാൻ നിനക്ക് തോന്നിയല്ലോ. നിനക്കിപ്പോൾ പറ്റിയത് തെറ്റുമാത്രം, രാമൻ പറഞ്ഞു. ദാശരഥി ഓരോ സ്ഥലത്തും സീതയെ തിരഞ്ഞു. എവിടെയും കണ്ടില്ല വിദേഹ രാജപുത്രിയെ. ദുഃഖം കൊണ്ട് രാമൻ്റെ സമനില തെറ്റിയതുപോലെയായി. വൃക്ഷവൃന്ദങ്ങളോട് തൻ്റെ സീതയെ കണ്ടുവോ എന്ന് രാമൻ ചോദിച്ചു. വനജേക്ഷണയായ സീതയെ വനദേവതമാർ കണ്ടുവോ? സഞ്ജയനങ്ങൾ മൃഗലോചനയായ സീതയെ കണ്ടുവോ? പശ്മളാക്ഷിയെ വൃക്ഷവൃന്ദങ്ങൾ കണ്ടുവോ? രഘുവംശാധിപനായ ശ്രീരാമചന്ദ്രൻ ഓരോന്ന് പറഞ്ഞ് വിലപിച്ചും ഓടിയും ഓരോന്ന് കണ്ട് സീതയാണെന്നോർത്ത് അടുത്തു ചെന്നും ഭ്രാന്തനെപ്പോലെ വനങ്ങളിൽ, മലകളിൽ, അരുവികളിൽ, മഹാഭിവനങ്ങളിൽ മാറി മാറി ചെന്ന് എങ്ങും ഒരിടത്തും നിൽക്കാതെ സീതയെ തേടിയലഞ്ഞു. സഹോദരനിൽ നിർവിശേഷമായ സ്നേഹം നിറഞ്ഞ ലക്ഷ്മണൻ പലവിധമായ സാന്ത്വന വാക്കുകൾ വിനീതനായി പറഞ്ഞ് ജ്യേഷ്ഠനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അതൊന്നും ശ്രീരാമചന്ദ്രൻ്റെ കാതിൽ പതിച്ചതേയില്ല. മൃഗസഞ്ചയങ്ങൾ ശ്രീരാമചന്ദ്രനോട് മൂകമായി സംഭവങ്ങൾ അറിയിച്ചു. രാക്ഷസ രാജാവ് സീതയെ കൊണ്ടുപോയ ദിക്കിലേക്ക് അവ ഓടിച്ചെന്ന് അവിടെ നിന്നുകൊണ്ട് രാമനെ നോക്കി. അതൊരു ലക്ഷ്യമായിരുന്നു. തെക്കു പടിഞ്ഞാറുള്ള ഗിരിഗഹ്വരങ്ങളോട് ശ്രീരാമൻ സീതയെ അന്വേഷിച്ചു. അവ ശ്രീരാമൻ്റെ വാക്കുകൾ പ്രതിധ്വനിപ്പിച്ചു. അത്രമാത്രം. മൃഗസഞ്ചയങ്ങൾ ലക്ഷണം കാണിച്ച മാർഗത്തിൽ സീതയുടെ ആഭരണങ്ങൾ ചതഞ്ഞും മറ്റും ഒരു യുദ്ധം നടന്ന പോലെയുള്ള ലക്ഷണങ്ങൾ കണ്ട് കോപാക്രാന്തനായ ദാശരഥി വില്ലുകുലച്ച് ഗിരികളുടെ നേർക്കയച്ചു. നിരപരാധികളുടെ മേൽ ശരമാരി പെയ്യാൻ തുടങ്ങിയെങ്കിലും ലക്ഷ്മണന്റെ ദയനീയമായ അഭ്യർത്ഥന മാനിച്ച് അടങ്ങി. രാവണനോടേറ്റ് പക്ഷം തകർന്നു കിടക്കുന്ന ജടായുവിനെ കണ്ട് അത് സീതയെ ഭക്ഷിച്ച രാക്ഷസനാണെന്ന് തെറ്റിദ്ധരിച്ചു ശ്രീരാമൻ. പതഞ്ഞു പൊങ്ങുന്ന രക്തം ഛർദ്ദിച്ച് ദീനദീനനായ ജടായു സീതാ വൃത്താന്തവും രാവണനോട് താൻ നേരിട്ടെതിർത്തതും ഈ ഗതി വന്നതും വിവരിച്ചു. ജടായു തുടർന്നു. വന്മായ കാണിച്ച് സീതയെയും കൊണ്ട് രാക്ഷസൻ ആകാശത്തിലേക്കുയർന്നു നേരെ തെക്കോട്ട് പോയി. വിന്ദം എന്ന മുഹൂർത്തമായിരുന്നു അത്. അതിനാൽ പോയ മുതൽ അതിവേഗം തിരിച്ചു കിട്ടും. തൻ്റെ ഇടം വിടാതെ സീതാവൃത്താന്തങ്ങൾ അറിയാവുന്നതൊക്കെയും പറഞ്ഞപ്പോഴേക്ക് ജടായുവിൻ്റെ വായിൽ നിന്ന് രക്തം ഒഴുകി. 1-2 മാംസകഷ്ണങ്ങളും. ജടായു മരിച്ചു. ശ്രീരാമചന്ദ്രനു വേണ്ടി ജീവനുപേക്ഷിച്ച ഗൃധ്രരാജനെ ചൊല്ലി ദാശരഥി ഖേദിച്ചു.
തൻ്റെ പിതാവ് മഹാരാജ ദശരഥൻ എത്രമാത്രം പൂജ്യനാണോ അത്രമാത്രം പൂജ്യനാണ് രാമന് ജടായു. രാമൻ പറഞ്ഞു. ഉത്തമ ബന്ധു മരിച്ചാലെന്ന പോലെ ശ്രീരാമൻ ജടായുവിൻ്റെ ഭൗതിക ശരീരം ഗോദാവരി തീരത്ത് ചിതയൊരുക്കി സംസ്കരിച്ചു. കൂറ്റനായൊരു മാനിനെ വധിച്ച് ദർഭപ്പുൽ വിരിച്ച് അതിൽ പിണ്ടമാക്കി വെച്ചു. ശാസ്ത്രോക്തമായ പിതൃകർമ്മങ്ങളും ചെയ്തു. കബന്ധഗതി. ജടായുവിൻ്റെ ആത്മാവിന് സദ്ഗതിയേകത്തക്ക കർമ്മങ്ങളെല്ലാം ചെയ്ത രഘുവീരന്മാർ തെക്കുപടിഞ്ഞാറേ ദിക്കിലേക്ക് യാത്ര തുടർന്നു. മനുഷ്യപാദങ്ങൾ അതുവരെ പതിഞ്ഞിട്ടില്ലാത്ത ഘോരവനാന്തരം, മാമരങ്ങൾ, അതിൽ കെട്ടുപിണഞ്ഞ് വള്ളികൾ, വ്യാളങ്ങൾ, സിംഹങ്ങൾ തുടങ്ങിയ ക്രൂരമൃഗങ്ങൾ, കന്യാവനത്തിൻ്റെ ഗഹന സൗന്ദര്യം. രഘുവീരന്മാർ മുന്നോട്ട് നടക്കവേ കാട് നടുങ്ങുന്ന വിധത്തിൽ ഒരു ഭയങ്കര മുഴക്കം കേട്ടു. വലിയൊരു പൊന്തയിൽ കൂറ്റനായൊരു രാക്ഷസനെ അവർ കണ്ടു. ആ ഭയങ്കരൻ്റെ നെഞ്ച് വളരെ വിസ്തൃതമാണ്. കഴുത്തുമില്ല, തലയുമില്ല, വായു വയറ്റിൽ, മാമല പോലെ വലുപ്പം, ദേഹമാകെ കൂർത്ത രോമങ്ങൾ, കാളമേഘ നിറം, ഇടിനാദം, അതിരൗദ്രഭാവം, നെറ്റിയിൽ തീപാർന്ന ഘോരമായ വട്ടക്കണ്ണ്, മഹാദംഷ്ട്രകൾ, ഘോരമൃഗങ്ങളെ വരെ നക്കിയെടുക്കാൻ പോകുന്ന നാവ്, 1 യോജന നീളമുള്ള കൈകൾ. കബന്ധൻ എന്ന രാക്ഷസനാണ് അത്. അവൻ ദീർഘബാഹുക്കൾ നീട്ടി അത്യുജ്വല തേജസ്വികൾ കബന്ധൻ്റെ കരാളഹസ്തങ്ങളിൽപ്പെട്ടു. ശ്രീരാമചന്ദ്രന് അല്പവും ചാഞ്ചല്യം ഉണ്ടായില്ലെങ്കിലും ലക്ഷ്മണകുമാരൻ വിവശനായി. ലക്ഷ്മണൻ പറഞ്ഞു, എൻ്റെ രക്ഷ നോക്കാതെ ജ്യേഷ്ഠൻ രക്ഷപ്പെടണം. കാനനവാസം കഴിഞ്ഞ് പിതാമഹന്മാരാൽ പരിപാലിതമായ അയോധ്യയിൽ എത്തി രാജ്യപരിപാലനം ചെയ്യുമ്പോൾ വിനീതനായ അനുജനെ ഓർക്കണം. യമദണ്ഡം പോലെയുള്ള ദീർഘബാഹുക്കളിൽപ്പെട്ട് നിൽക്കുന്ന രാമലക്ഷ്മണന്മാരെ നോക്കി കഠിനസ്വരത്തിൽ കബന്ധൻ അവരാരാണെന്ന് ആരാഞ്ഞു. തനിക്ക് ഭക്ഷണമായി ദൈവം അയച്ചതാണ് അവരെ രണ്ടുപേരെയും. ഗഹ്വരത്തിലേക്കെന്ന പോലെ കുമാരന്മാരെ വിഴുങ്ങാൻ തുടങ്ങിയ കബന്ധൻ്റെ കൈകളിൽ അവർ ആഞ്ഞുവെട്ടി. വലതുകൈ രാമനും ഇടതുകൈ ലക്ഷ്മണനും വെട്ടി താഴെയിട്ടു. രാക്ഷസൻ ഉഗ്രമായി അലറി. അലർച്ച കേട്ട് കാടും ഗുഹകളും ദിക്കുകൾ പോലും വിറച്ചു. അറ്റുകിടക്കുന്ന കൈകൾ നോക്കി കബന്ധൻ ആരാഞ്ഞു, നിങ്ങൾ ആരാണ്? തങ്ങൾ അയോധ്യാധിപതി ദശരഥൻ്റെ പുത്രന്മാരാണെന്നും താതൻ്റെ സത്യപരിപാലനത്തിന് വനവാസം ചെയ്യുമ്പോൾ ശ്രീരാമപത്നിയെ ഒരു രാക്ഷസൻ അപഹരിച്ചുവെന്നും മാനിനീരത്നമായ സീതയെ അന്വേഷിച്ചാണ് എത്തിയതെന്നും അവർ അറിയിച്ചു. കബന്ധൻ്റെ വൃത്താന്തവും കുമാരന്മാർ ആരാഞ്ഞു. തൻ്റെ കരങ്ങൾ ഛേദിച്ചത് രഘുനന്ദനന്മാരാണെന്ന അറിവിൻ്റെ നിറവിൽ കബന്ധന് വലുതായ സന്തോഷമുണ്ടായി. കുമാരന്മാരെ സ്വാഗതം ചെയ്തുകൊണ്ട് വിനീതനായി പറഞ്ഞു, തൻ്റെ സുഹൃതം കൊണ്ടാണ് രഘുനന്ദനന്മാരാൽ കരങ്ങൾ ഛേദിക്കാൻ ഇടവന്നത്. തുടർന്ന് അയാൾക്ക് ലഭിച്ച ശാപത്തിൻ്റെയും ശാപമോക്ഷത്തിൻ്റെയും കഥ പറഞ്ഞു. ശ്രീ എന്നായിരുന്നു പിതാവിൻ്റെ നാമം. താൻ ധനു. തൻ്റെ അചിന്ത്യ സൗന്ദര്യം കൊണ്ട് ഗർവിഷ്ഠനായി വികൃതരൂപമെടുത്ത് താൻ മുനിമാരെ ശല്യപ്പെടുത്തി. സ്ഥൂലശിരസ് എന്നൊരു മുനീശ്വരനെ ഘോരരൂപം ധരിച്ചു ചെന്ന് ആക്രമിച്ചപ്പോൾ അഘോരരൂപം ഉണ്ടാകട്ടെ എന്ന് മുനി ശപിച്ചു. ശാപമോക്ഷത്തിനായി കേണപേക്ഷിച്ചപ്പോൾ ദാശരഥി രാമനാൽ കരങ്ങൾ ഛേദിക്കപ്പെട്ട് ശ്രീരാമൻ തന്നെ അവൻ്റെ സ്ഥൂലശരീരം ദഹിപ്പിക്കുമ്പോൾ പഴയ സുന്ദരാകാരം കൈവരും എന്ന് ശാപമോക്ഷവും ലഭിച്ചു. സ്വതവേ ഘോരരൂപിയായിരുന്ന താൻ കബന്ധനായത് ക്ഷിപ്രകോപത്താലാണ്. അത്യുഗ്ര തപസ്സുകൊണ്ട് ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ച് ദീർഘായുസ് നേടി മഹാഗർവിഷ്ഠനായി ദേവേന്ദ്രനെ തന്നെ പോരിന് വിളിച്ചു. വജ്രായുധം തട്ടിയാണ് ധനു ഈ രൂപത്തിൽ കബന്ധനായത്. എത്ര കേണപേക്ഷിച്ചിട്ടും യമാലയത്തിലേക്ക് അയച്ചതുമില്ല. ദീർഘബാഹുക്കളും വയറ്റത്തും വെച്ചു തന്ന ഇന്ദ്രൻ നീണ്ട കൈകൾ കൊണ്ട് ഇരപിടിച്ച് ജീവിക്കുവാൻ അനുവദിച്ചു. രാമൻ തൻ്റെ ശരീരം അഗ്നിക്കിരയാക്കുമ്പോൾ ശാപമോക്ഷം കൈവരും. സീതയെ രാവണൻ അപഹരിച്ചതായി അറിയാം എന്നല്ലാതെ ആ രാക്ഷസൻ്റെ സ്വഭാവം, വാസസ്ഥലം ഒന്നും അറിയില്ല. ശരീരം ദഹിച്ചു കഴിയുമ്പോൾ ദിവ്യത്വം തിരിച്ചു കിട്ടും. അപ്പോൾ ഒക്കെയും ഗ്രഹിക്കാനാകും. കബന്ധൻ്റെ അപേക്ഷ സ്വീകരിച്ച് രാജകുമാരന്മാർ മാമലയ്ക്ക് തുല്യമായൊരു ചിത ഒരുക്കി. കബന്ധ ശരീരത്തെ അതിൽ കിടത്തി തീ കൊളുത്തി.
ജടായുവിനെ സംസ്കരിച്ചതുപോലെ രഘുനന്ദനന്മാർ കബന്ധനെയും സംസ്കരിച്ചു. ദിവ്യവസ്ത്രാഭരണങ്ങൾ അണിഞ്ഞ് യശസ്സേറിയ വിമാനത്തിൽ സ്വതേജസ്സിനാൽ ദിക്കുകളെ കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് ധനു അഗ്നിജ്വാലകളിൽ നിന്ന് പ്രത്യക്ഷനായി. ദിവ്യരൂപം കൈവരിച്ച ഒരു ധനു സീതാന്വേഷണത്തിന് ഉപായങ്ങൾ പറഞ്ഞുകൊടുത്തു. സുഗ്രീവൻ എന്നൊരു വാനരശ്രേഷ്ഠൻ സ്വന്തം ജ്യേഷ്ഠനായ ബാലിയെ ഭയന്ന് ഋഷ്യമൂകാചലത്തിൽ വാഴുന്നു. സുഗ്രീവനുമായി സഖ്യം ചെയ്യണം. സീതാന്വേഷണത്തിന് കാമരൂപികളായ വാനരന്മാരെ സുഗ്രീവൻ നിയോഗിക്കും. ശ്രീരാമനെ പിരിഞ്ഞതിനാൽ സദാ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവി സീതയെ അവർ രാവണ രാജധാനിയിൽ ചെന്നു കാണും. സീതയെ വീണ്ടെടുക്കുമ്പോൾ തന്നെ മുന്നോട്ടുള്ള കാനന പാത വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി. വഴിയിലെ സസ്യവൃക്ഷങ്ങൾ, പക്ഷിമൃഗാദികൾ ഒക്കെയും ധനുവിൻ്റെ വിവരണത്തിൽ ശ്രീരാമൻ കണ്ടു. ധനുവിൻ്റെ വിവരണത്തിൽ പമ്പാസരസിൻ്റെ നേത്രോത്സവം കുമാരന്മാർ അനുഭവിച്ചു. അവിടെയുള്ള മാതംഗാശ്രമത്തെയും ആശ്രമത്തിൽ വസിക്കുന്ന പുണ്യവതിയായ ശബരിയെയും പറ്റി പറഞ്ഞു കേൾപ്പിച്ചു. മാതംഗമുനിയെയും ശിഷ്യന്മാരെയും സേവിച്ചു. ധാർമ്മിക സ്വരൂപിണിയും പുണ്യവതിയും ചിരഞ്ജീവിയുമായ ശബരി ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ശ്രീരാമദർശനം ലഭിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ച് വസിക്കുന്നു. സകല ലോകവന്ദ്യനും ദേവസമനുമായ ശ്രീരാമസ്വാമിയെ കണ്ടതിനു ശേഷമേ ശബരി ദിവംഗതയാവുകയുള്ളൂ. ഏറ്റവും നിഗൂഢമായ ശബരിയാശ്രമം പമ്പയുടെ പടിഞ്ഞാറ് തീരത്താണ്. മാതംഗവനത്തിലെ ശബരിയാശ്രമം നന്ദനാരാമ തുല്യമാണ്. മൃഗപക്ഷി സങ്കുലമായ മാതംഗവനത്തിൻ്റെ മനോഹാരിത കണ്ടറിഞ്ഞ് ശ്രീരാമസ്വാമിയും അനുജനും അവിടെ വസിക്കാം. ശവമോക്ഷത്താൽ പഴയ രൂപം തിരിച്ചു കിട്ടിയ ധനു ആകാശമണ്ഡലത്തിൽ നിന്ന് വ്യക്തമായി പറഞ്ഞു, പ്രഭോ, സുഗ്രീവനുമായി സഖ്യം ചെയ്യുക. ശബരി സ്വർഗഗതി. ധനു പറഞ്ഞുകൊടുത്ത വഴിയിലൂടെ കുമാരന്മാർ പടിഞ്ഞാറേക്ക് നടന്നു. പമ്പാസരസിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് രമ്യങ്ങളായ മരങ്ങൾ നിറഞ്ഞ ശബരിയാശ്രമത്തിൽ അവർ എത്തിച്ചേർന്നു. സിദ്ധതാപസ്യായ ശബരി ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും നമസ്കരിച്ച് അർഘ്യം, പാദ്യം എന്നിവ യഥാവിധി നൽകി. ധർമ്മജ്ഞന്മാരായ മാമുനീന്ദ്രന്മാർ സ്വർഗാരോഹണം ചെയ്യും മുമ്പ് ശബരിയെ അനുഗ്രഹിച്ചിരുന്നു. സൗമിത്രി ഒന്നിച്ച് ശ്രീരാമസ്വാമി ശബരിയാശ്രമത്തിലെത്തുമ്പോൾ ആ ദേവനെ പൂജിച്ചാൽ അഖണ്ഡവും അദ്വിതീയവുമായ പുണ്യലോകം പ്രാപിക്കാം എന്ന്. ദേവദേവന് സമർപ്പിക്കാൻ പമ്പാതീരത്തുള്ള ഉത്തമ വൃക്ഷങ്ങളുടെ സ്വദിഷ്ടങ്ങളായ കായികനികൾ ശബരി സമ്പാദിച്ചു വച്ചിരുന്നത് നൽകി. ആ വൻകാട് ദശരഥ നന്ദനന്മാർക്ക് അവരുടെ ഇച്ഛയനുസരിച്ച് കാണിച്ചു കൊടുത്തു. ശബരി രാമദേവനോട് അഭ്യർത്ഥിച്ചു, ദേവ, ഏതു മഹർഷിവര്യന്മാർ ഈ ആശ്രമത്തിൽ വസിച്ച് അടിയനെ അനുഗ്രഹിച്ചുവോ ആ മഹത്തുക്കൾ അധിവസിക്കുന്ന ലോകത്തിലേക്ക് പോകാൻ അടിയന് വിട തരണം. ശ്രീരാമചന്ദ്രൻ യോഗിനിക്ക് വിട നൽകി. ദേവന്റെ അനുജ്ഞ ലഭിച്ച വൃത്ത തപസ്സി യോഗാസനത്തിൽ ഇരുന്നു. ദേഹം ക്രമത്തിൽ തീക്കനൽ പോലെയായി. പെട്ടെന്ന് അസാധാരണമായ ഒരു തേജോധാമം വിണ്ണിലേക്ക് ഉയർന്നു. അത്യുഗ്ര തപശക്തിയാൽ ശബരി അമരലോകം പ്രാപിച്ചത് കണ്ടുനിന്ന സഹോദരന്മാർ വിസ്മയം പൂണ്ടു. പിന്നീട് അവർ മാതംഗവനത്തിലെ കമനീയതകൾ കണ്ടു നടന്നു. രാമൻ അനുജനോട് പറഞ്ഞു, നമ്മുടെ അമംഗളങ്ങൾ ഒക്കെയും അവസാനിച്ചിരിക്കുന്നു. സീതാ വിയോഗ ദുഃഖം കൊണ്ട് എരിയുന്ന എൻ്റെ മനസ്സിലും ശാന്തി തോന്നുന്നു. സൗമിത്രി, സുഗ്രീവനെ കാണുവാൻ ഞാൻ തിടുക്കപ്പെടുന്നു. ധീരനായ ജ്യേഷ്ഠൻ്റെ അഭിപ്രായം കേട്ട ലക്ഷ്മണൻ താനും സുഗ്രീവനെ കാണുന്നതിന് വെമ്പൽ കൊള്ളുന്നതായി അറിയിച്ചു. പമ്പയുടെ തീരത്ത് നിന്ന് നടന്ന് അവർ ഋഷ്യമൂകാചലത്തിൻ്റെ താഴ്വരയിലെത്തി. വാനരന്മാരിൽ പ്രമുഖനായ സുഗ്രീവനെ കണ്ടുവരുന്നതിന് അനുജന് ശ്രീരാമൻ നിർദ്ദേശം നൽകി. ധനു പറഞ്ഞതനുസരിച്ച് സുഗ്രീവനും ശ്രീരാമനും തുല്യ ദുഃഖിതരാണ് എന്നറിഞ്ഞു. സീതാവിരഹത്താൽ നീറുന്ന മനസ്സുമായി നിസ്തൂലമായ പ്രകൃതി രമണീയതയിൽ ആകൃഷ്ടനാകാതെ ദാശരഥി മനോമോഹനമായ പമ്പാതീരത്ത് എത്തിച്ചേർന്നു. അനേകം തരത്തിലുള്ള പക്ഷിവൃന്ദങ്ങളാൽ സങ്കുലവും വികസിച്ചു നിൽക്കുന്ന സുന്ദര പുഷ്പങ്ങളാൽ സുരഭിലവും ഹൃദയഹാരിയുമായ ആ സരസിനെ കണ്ടു.